പ്രിയമുള്ളവരെ നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇക്ക നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് എടുക്കാം. സെൽവരാജ്, ശ്യാമ ആൻഡ് മനു കുമ്പാരി. വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും. ഹലോ ചേച്ചി, ആ വീട്ടിലുണ്ടോ? അയ്യോ ഞാൻ വീട്ടിലുണ്ട്. ഭയങ്കര മഴ ഇവിടെ. അയ്യോ രാജേഷേ, എടാ ഇവിടെ ഭയങ്കര മഴയാടാ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ പണിയൊന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ വീട്ടിലിരിക്കുവാണ്. ആണല്ലേടാ ചേച്ചി, ഓ ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുതേ. എന്തുവാടാ മക്കളെ? നല്ല മഴയാ. ആ എനിക്കൊരു ഉമ്മ തരാവോ? നിന്റെ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഞാൻ പറയുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, നല്ല മഴ. എന്നാ പിന്നെ ഉമ്മ വേണ്ട, ഒരു പ്ലെയിങ് കിസ് മതി. എന്റെ കൈ തളർത്തിയിട്ട് ഞാൻ ഒരു ഒറ്റ അടി തരുവാണെന്നുണ്ടെങ്കിൽ നിന്റെ ചെവിക്കാത്തിരിക്കുന്ന വണ്ട് പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞേക്കാം, അവൻ ആവശ്യമില്ലാത്ത പ്ലെയിങ് കിസ് ചോദിച്ചോട്ട് വന്നേക്കുന്നത്. എന്നാ ക്ഷമിക്കണേ, ഞാൻ ആ മാലിനി ചേച്ചിനെ വിളിക്കാം. നിന്നെ ഞാൻ ജയിലിൽ കെട്ടിട്ടാ. അയ്യോ ജയിലിൽ കെട്ടണ്ട, ജയിലിൽ കെട്ടിക്കഴിഞ്ഞ് ഇപ്പൊ അവര് ശമ്പളം കിട്ടും. കേരണ്ട അവരങ്ങനെ. എന്തോ പറയാനാന്ന് പറ. സംഭവം സത്യമാണ്. എനിക്ക് കാരണവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തിരി സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനിത് പുറത്താരോടും പറഞ്ഞു തീർക്കാറില്ല. കാരണം എന്താ? അതെന്റെ മര്യാദ. അങ്ങനത്തെ ഒരു പെണ്ണാണ് ഞാൻ. എന്നിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് എന്റെ അടിക്ക് ഉമ്മേണ്ടാന്ന് ചോദിക്കുന്നു. പിന്നെ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എനിക്കൊരു തുണ എന്തെങ്കിലും ദൈവം കൊണ്ട് തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. ആരും ഇല്ലേ ഇവിടെ? യോ ദൈവം ഇത്രക്കും ഫാസ്റ്റാ, പറഞ്ഞോടനെ കേട്ടാ. ആരാത്? അല്ല, ഈ മഹേഷിന്റെ വീട്. മഹേഷ് 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 3 വേരിയേഷനിൽ പറഞ്ഞാ വീട് അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് പറഞ്ഞൂടെ ഏതാ വീടെന്നൊന്ന് പറയാവോ? ഞാൻ ഈ മഹേഷിന്റെ, അയ്യോ ഇത് മഹേഷിന്റെ വീടല്ല. അല്ല, നമ്മുടെ പ്യൂൺ മഹേഷാണ്. അതെ അതെ. അയ്യോ പ്യൂൺ മഹേഷിന്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് പുറകിൽ റബ്ബർ തോട്ടം ഉണ്ട്. ഈ റബ്ബർ തോട്ടത്തിന്റെ അവിടുന്ന് താഴത്തോട്ട് നടന്നു പോകാൻ നേരത്ത് എല്ലാരും കൂടെ പിടിച്ചു വെച്ച് കെട്ടിച്ച നമ്മുടെ രതീഷിന്റെ വീടുണ്ട്. ആ പെണ്ണിന്റെ വീടിന്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിയാൻ നേരത്ത് നാട്ടുകാരെല്ലാം കൂടെ മരത്തെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ച നമ്മുടെ പിന്നെ ഉമ്മറുണ്ട്. ഉമ്മറിന്റെ വീടിന്റെ അല്ലല്ല, ഞാൻ സത്യം ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്തിൽ നേരെ ചൊവ്വ കെട്ടിയ ആരും ഇല്ലേ? ഉണ്ട്. അപ്പൊ അതിലാരെങ്കിലും ഈ മഹേഷിന്റെ വീട് അവിടെ അറിയത്തില്ലയോ? ആ ആളാണ് ഈ മഹേഷ്. മഹേഷ് ഓക്കെ, അപ്പൊ മഹേഷിനൊന്നും അല്ല. എന്താ മഹേഷിന് എന്ത് പറ്റി? മഹേഷിന് അല്ല, മഹേഷിന്റെ മകനൊരു പുസ്തകം കൊടുക്കാണ്ട്. ഞാൻ മാഷ, അക്ഷര ട്യൂഷൻ സെന്ററിലെ മാഷ്. അക്ഷര ട്യൂഷൻ സെന്ററിലെ മാഷ. അയ്യോ എന്റെ ദൈവമേ, മാഷായിരുന്നോ? അതെ അതെ. അയ്യോ സത്യം. അല്ലല്ലോ മാഷ്, ഒരു കാര്യം പറയുന്നുണ്ടെന്ന് തോന്നരുതേ. എന്തേ? പുറത്തൊക്കെ നല്ല മഴയല്ലേ മാഷ്? മഴ ഭയങ്കര മഴയല്ലേ? ഇപ്പൊ നല്ല ന്യൂസിനകത്തൂടെ പറഞ്ഞതേ ഉള്ളു. എന്താ? നല്ല മഴയുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കരുത്, നല്ല ഇടിയും മിന്നലും കൊള്ളിയാനൊക്കെ ഉള്ളതാണെന്ന്. അത് മാത്രമല്ല, ബുക്കും കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നവരെ അത് അടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. മീൻപിടുത്തക്കാരൻ അങ്ങനെ ശ്രദ്ധിക്കാന്ന് അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? നല്ല ബുക്കും കൊണ്ട് അങ്ങനെ പറയുന്നില്ല. അത് ഇന്നലത്തെ ന്യൂസിലായിരുന്നു. ഇന്നത്തെ ന്യൂസിൽ ബുക്കും കൊണ്ട് ഇറങ്ങുന്നവരെ പിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മിന്നലേക്കൊന്ന് ഞാൻ പറഞ്ഞ ഇതാണ് പറഞ്ഞത്. മാഷെ മഴ കുറയട്ടെ മാഷെ. നല്ല മഴ കുറയട്ടെ മാഷ്. ഇവിടെ ഇരിക്കും മാഷെ, അയ്യോ ഇരിക്കുന്നത്. അയ്യോ സത്യം പറഞ്ഞ ഈ ട്യൂട്ടർ കോളേജിന്റെ പേരെന്തോ പറഞ്ഞു? അക്ഷര. മാഷ് അവിടെ എന്താ വിഷയം? അവിടെ ഞാൻ ഈ ഒരു ബിസ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ ഒരു മുട്ട ഓംപ്ലേറ്റ് എടുത്തതിന്റെ ഒരു വിഷയം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ലൗലിക്ക ഒരു ദിവസം ഞാൻ നമ്മുടെ ലൗലിയിൽ തന്നെ ഞാൻ എടുത്ത ഒരു, അത് എനിക്ക് ഇഷ്ടമാണ് ഈ ലൗലിക്ക. മാഷ് അവിടെ നിന്ന് ഓരോന്ന് മോട്ടി ചെയ്യുന്നതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മാഷ് അവിടെ എന്ത് വിഷയം പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ മലയാളം. എന്റെ പൊന്നു മാഷ് സത്യസന്ധമായിട്ട് പറയാലോ, ഞാൻ സത്യം പറഞ്ഞ ഈ ട്യൂട്ടോറിയൽ കോളേജിന്റെ വാതിക്കലൂടെ പോകാറുണ്ട്. അപ്പൊ മറ്റേ ഇത്രയുള്ള ഇത് ഷെഡ് കെട്ടി വെച്ചിരിക്കുമല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കവിതയും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഈ അപ്പൊ മാഷാണല്ലേ അത് പാടിക്കൊണ്ടിരുന്നത്? ഞാൻ ചൊല്ലും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചൊല്ലും. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ മാഷ് എനിക്ക് വേണ്ടിട്ടൊരു കവിത അല്ലാവോ? പേരെങ്ങനെ? കുന്നുമ്മേൽ ശാന്ത. എന്ത് പറ്റി മാഷെ? മഹേഷിനൊന്ന് കണ്ടു വരാം. അല്ലല്ലോ മാഷ് ഇടിവിട്ടോന്ന്. എന്റെ മാഷ് എന്തിനാ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല? വേറൊന്നും അല്ല, ഞാനേ അത്യാവശ്യമായിട്ട് മഹേഷിന്റെ വീട്ടിൽ പോണ. മാഷെ, ഒരു സ്ത്രീക്കും പുരുഷനും ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പവും. അല്ല, എന്നെ എല്ലാവർക്കും അറിയാം, ഭരതൻ മാഷ് എന്ന് പറഞ്ഞാ. എന്റെ മാഷിനിപ്പോ എന്താണ് ചിന്ത? നമ്മൾ രണ്ടും കൂടെ ഇവിടെ സംസാരിക്കാൻ നേരത്ത് അപ്പുറത്തെ വീട്ടിലെ ഗിരി ചേച്ചി എന്തെങ്കിലും സംശയിക്കുമെന്നാണ്? മാഷ് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ വിളിച്ചു കയറ്റിയതാണെന്ന് പറഞ്ഞോളാം. മാഷ്
മാഷിന്റെ ടെൻഷൻ ഇല്ല. അയ്യോ, അല്ല ഇല്ല, എന്റെ മാഷ് ഇങ്ങ് വന്നേ. മാഷ് ഇവിടെ ഇരിക്കുന്നു. ഇടി വെട്ടു എന്ന് പറഞ്ഞില്ലേ മാഷ്? മിന്നലടിച്ചു കഴിഞ്ഞാൽ ഈ തലയിലെ മുടി പോലും കാണത്തില്ല. അല്ല, എനിക്ക് പോയിട്ടേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത്. മാഷ് ഇരിക്കും. മാഷ് എവിടെ? പറഞ്ഞോളൂ. പക്ഷെ ആ കവിത എനിക്കൊന്ന് ചൊല്ലിത്താ മാഷ്. എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? ഏതാ? മറ്റേ മാമ്പഴം. അല്ല, എനിക്കൊന്നും സമയമില്ല. അല്ല, എനിക്ക് ഒന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ടല്ലേ മാഷേ. ഒന്ന് ചൊല്ലിത്തായിരിക്കും അത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ, അമ്മ തൻ നേത്രത്തിൽ നിൻ ചുടു കണ്ണീറുതിർന്നു. 4 മാസത്തിൻ മുൻപിലെങ്ങനെ കൊതിച്ചിട്ടി ബാലമാം ബന്ധം പൂവി തുണ്ണികൾ വിരിയവേ. തുണ്ണികളാ? തുണ്ണികൾ വിരിയവേ. അതെന്താ തുണ്ണികൾ? തുണ്ണികൾ അങ്ങനെ മാമ്പഴത്തെ അങ്ങനെ മാമ്പഴത്തിലെ തുണ്ണികൾ. മാമ്പഴത്തിൽ മാങ്ങാണ്ടിയുള്ളൂ, തുണ്ണികളൊന്നും ഇല്ല. മാഷ് എന്താ മാഷ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് പോണ്ടേ കുറച്ച് കാര്യങ്ങളില്ല. മാഷ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മാഷിനെ അറിയാമോ? ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്ത് പറ്റി? മാഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. 2 പ്രാവശ്യം. പിന്നെ 2 പേരെ കിട്ടി. പിന്നെ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് ഇത് ചോദിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ അത് അങ്ങ് ബ്ലോക്ക് ചെയ്ത്. അല്ല മാഷെ, എന്റെ ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിലേ, ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് നമ്മുടെ രാജു എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ്. ഈ രാജു ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് ഉറക്കമാണ്. നമുക്കിത് പറ്റത്തില്ലല്ലോ. ഈ എപ്പോഴും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകത്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ അങ്ങ് ഉപേക്ഷിച്ചു. രണ്ടാമത് ഞാനത് ചെല്ലപ്പൻ പിള്ള എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഉറങ്ങത്തില്ല, എപ്പോഴും ഉണർന്നിരിക്കും. പക്ഷെ പുള്ളിക്കൊന്നും അറിയില്ല. അറിയാവുന്നവരാണെങ്കിൽ ഉറങ്ങുകയും ചെയ്യുന്നല്ലേ, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. അല്ല, ഞാനത് ഓരോരുത്തർക്കും ജീവിത സാഹചര്യത്തെ അങ്ങനെയല്ലേ. അല്ല, ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ? ഈ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അതെ. മാർക്കോണി ബൾബ് കണ്ടുപിടിച്ചു. ഭരതം മാഷ് എന്റെ വീട് കണ്ടുപിടിച്ചു. നിങ്ങൾ എന്താ ഈ പറഞ്ഞേ? മാർക്കോണി ബൾബ് കണ്ടുപിടിച്ചു? ഞാൻ അതാണോ പഠിപ്പിക്കുന്നത്? മാർക്കോണി ബൾബാണോ കണ്ടുപിടിക്കുന്നത്? മാർക്കോണി കണ്ടുപിടിച്ചത് എന്താ? മാർക്കോണി കണ്ടുപിടിച്ചത് എന്താ? റേഡിയോ ആണ് മാർക്കോണി കണ്ടുപിടിച്ചത്. അത് പറയരുത്. നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേട്ടോ തോന്നുന്നു ഇവിടുന്നാണ് എല്ലാം കൂടെ അവർ കണ്ടുപിടിച്ചോണ്ട് പോയത്. ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു. അത് എന്തോ വർത്താനമാണെന്ന് പറയുന്നത്. മാർക്കോണി ബൾബോ? അടുക്കളയിലൊക്കെ തകർന്നു വീണ്. അയ്യോ, എന്തോ സംഭവം? മാഷേ, താണ്ടെ ഈ അടുക്കളക്കകത്ത് ആരാണ്ട് ഓട് പൊളിച്ച് താഴത്ത് വന്ന് വീട് കിടക്കുന്നത്. ആരടാ വാതിൽ ഉറക്കുന്ന വീടിന്റെ മോളിൽ കയറി ഓട് പൊളിച്ചിറങ്ങിയത്? എടാ, നീ കള്ളനാണ്. നീ കള്ളനാണ്. നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കള്ളനാണ്. അയ്യോ, ഞാൻ കള്ളനല്ലെന്ന്. പിന്നെ ഞാൻ ഇവിടെ പാരച്ചോട്ട് വഴി കാരണം എന്നെ പാരച്ചോട്ട് വഴി. മാഷ ഇത് കണ്ട മാഷ വീട്ടിനകത്ത് താണ്ടെ ഓട് പൊളിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്റെ ഓടിന്റെ കാശ് തരാൻ ഞാൻ ഇവിടുത്തെ വിടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ആരെ മനസ്സിലായില്ല? മാഷ എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം മേടിക്കാനാ ഓട് വിളിച്ചിറങ്ങിയത്? അയ്യോ, മാഷ എന്നെ മനസ്സിലായില്ല. മാഷിനെ കളക്കാൻ ഒരു കോളേജ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഭരതം മാഷ്. പേര്? സുമേഷ്. എവിടെ ആയിരുന്നു ചെറുക്കാൻ? നീ മനസ്സിലായില്ല അവന്. ഇംഗ്ലീഷ് ലെക്ചർ ആയിരിക്കണം. മുഴുവൻ കേട്ടാലും കണ്ടെന്നിരിക്കുന്ന ചെക്കനാവൻ, മിടുക്കൻ ചെറുക്കനാവൻ. ഇപ്പൊ എന്താണ് പരിപാടി? സാറൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. സാറിന് എന്താ തോന്നുന്നത്? ഇതെന്തോന്ന്? ഇല്ല, കൊച്ചു പിള്ളേര് പാമ്പേഴ്സ് കെട്ടിയിട്ട് പെടുത്ത് നിറച്ചോണ്ട് നടക്കൂല, അതുപോലെ തോന്നുന്നു. അല്ലാതെ പിന്നെ എന്താ തോന്നുന്നു? അയ്യോ സാറേ, അതല്ല. പിന്നെ ഞാൻ ഇതുവഴി പാരച്ചൂട്ട് വഴി കടന്നു പോകുമായിരുന്നു. അപ്പൊ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് പൊട്ടി ഞാൻ ഇവിടെ അവരെ അടുക്കളയിൽ വീണ്. അപ്പൊ ഓക്കെ, എന്തായാലും സന്തോഷമായിട്ടിരിക്കും. അല്ല സാറ് എങ്ങോട്ട് പോണു? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മഹേഷ്, ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് സാറ് എങ്ങോട്ട് പോണു? മാഷെ, എന്തായാലും ആ ശിഷ്യൻ ഇങ്ങോട്ട് വന്നില്ലേ മാഷെ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എത്ര പൊക്കത്തി പറന്നു പോയാലും, പട്ടം പോലെ പറന്നു പോയാലും, എന്റെ വിദ്യാർത്ഥികൾ നേരെ എന്റെ താഴെ വരും. പിന്നെ ചരട് എന്റെ കയ്യിലായിരിക്കും, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ മാഷ്, അപ്പൊ ഇത് ഞാൻ പോയിട്ട് വരാം. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ മാഷ്? അല്ല, എന്താ സംഭവം? ടീച്ചറമ്മ മാഷിന്റെ ഭാര്യ കണ്ടുപിടിച്ച. അനുഗ്രഹം വായിക്കും പോലെ. അനുഗ്രഹം വായിക്കും. നന്നായി വാ കേട്ടോ, നന്നായി വാ. അപ്പൊ ഞാൻ എന്നാ അങ്ങോട്ട്? അല്ല, ഇത് ആരാന്ന് പറഞ്ഞത്? അല്ല, മാഷാണല്ലേ? മഹേഷിനെ വിട്ടിട്ട് ഞാൻ പോട്ടെ. അല്ല, എനിക്ക് പഠിച്ച ഒരു കാര്യം ചെയ്യട്ടെ. ഞാന് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാൻ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ചൂടായിട്ട് അടുപ്പല്ലേ ഇരിപ്പോട്ടെ, അതിന്റെ മേളിൽ കയറി ഇരിക്കുന്ന എന്തെങ്കിലും മതി. കുടിക്കാൻ എന്തെങ്കിലും മതി. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും കേട്ടോ. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അല്ല, ഞാൻ പറഞ്ഞു വന്ന സുമേഷേ, ഇതെങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഇതുവഴി പാരച്ചൂട്ട് പറന്നു പോയപ്പോഴത്തേക്ക് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് പൊട്ടി ഇടിഞ്ഞു താഴെ. ഞാൻ പറയുന്ന കാര്യം സുമേഷ് വേറെ ആരും പറയല്ലേ? ആടുത്ത് പറയില്ല. ഉറപ്പ് തന്നെ? ഉറപ്പാണ് മാഷേ. കുടിക്ക് നല്ലോണം കുടിക്ക്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അല്ലല്ല, മാഷ് ഇവിടെ നിൽക്കുന്നു. അയ്യോ, ഞാൻ എന്തൊരു ഭാഗ്യവതിയാ. ഭരതം മാഷ്, ഇപ്പൊ വന്നിരിക്കുന്ന സ്റ്റുഡന്റ്, ഞാന്,
എനിക്ക് വയ്യ. മാഷെ നമ്മള് ചന്ദ്രലാലല്ലേ മാഷെ? ചന്ദ്രലാൽ ഒരു അബദ്ധം പറ്റി മാഷെ. എന്തു പറ്റി? ചന്ദ്രലാൽ ജോലി കിട്ടിയ ദിവസം ഇവൻ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന സമയത്തെ ഒരു പട്ടിയിട്ട് ഓടിച്ച് നേരെ മറ്റേ ഭർത്താവ് ഉപേക്ഷിച്ച ഗീതയില്ലേ അവരെ വീട്ടിൽ ചെന്ന് പാത്തിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് അവരുടെ തല കെട്ടി വെച്ച് കൊടുത്തു. ഇതേ ഈ ഓട് പൊട്ടിച്ചിറങ്ങുന്നതിന് മുമ്പ് കുറെ നേരമായി അതിന്റെ മോളിൽ കയറി ഇരിക്കുന്ന. ഇല്ല, ഞാൻ ഇപ്പൊ അത് വീണേ ഉള്ളൂ. എന്റെ സുമേഷ്, ഞാൻ പറയുന്ന സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാക്കണം. അതായത് വെളിയിൽ ആർത്തും പറയത്തില്ലല്ലോ. പറയൂല. മാഷേ, ഇതിപ്പോ എന്തോ കഴിക്കാൻ കൊടുക്കണമെന്ന് അറിയത്തില്ലല്ലോ ഈ ചെറുക്കര്. ഇതിപ്പോ എന്തോ കഴിക്കാൻ കൊടുക്കും നമ്മള്. എന്തോ കഴിക്കാൻ വേണ്ട മോന്? അല്ല, എന്താ ഇവിടെ കഴിക്കാനുള്ള ഇറച്ചി വേണം അല്ലേ? ഇറച്ചി വേണം. എന്നാ പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് വരാട്ടോ. അതെന്തായാലും ഇപ്പൊ ഒരു ടോ നീ അധികം പിടിക്കാൻ നിൽക്കുന്നതിന് അവരത് കാര്യം പറഞ്ഞാൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്ന ആ ടോയ് കയറി പിടിക്കേണ്ട കാര്യം തോന്നുന്നു. അതിനൊന്നും വിഷയം അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടാ. എന്താ അങ്ങനെ? കുഴപ്പമില്ല മാഷേ. അയ്യോ, ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ റെഡിയാക്കാം. എന്നാലും എന്റെ ദൈവം, ഈ ചെറുക്കരി ഇങ്ങോട്ട് വന്നതാണല്ലോ. ഞാൻ നല്ലൊരു ചെറുക്കനല്ലേ, എന്തോ പറയാനാ മാഷേ. മാഷെ പിന്നെ മാഷിനെ കണ്ട സന്തോഷത്തില് ഞാൻ ഒരു സെൽഫി എടുത്ത് അയച്ചു കൊടുക്കട്ടാ. ആ പണ്ടോ സെൽഫിയുടെ ആളായിരുന്നു. എന്റെ പൊന്നെ, എപ്പോഴും നോക്കിയാലും സെൽഫി എടുപ്പായിരുന്നു. മാഷ് ടീച്ചർമ്മ മാഷ് എല്ലാരും വേണം. അയ്യോ മാഷില്ല ഇതിനകത്ത്. നിങ്ങളെടുത്തോ? അല്ല മാഷ് വന്ന് വിദ്യാർത്ഥികളെല്ലാം ഞാൻ കാണിക്കണം മാഷെ. അയ്യോ ഇതെന്താ? സിലോപ്പിയ. ചേട്ടാ, ഇതാരടാ എന്റെ വീട്ടിൽ പുതിയൊരുത്തൻ? ഈ വരുന്നവന് പോണല്ലേ എന്റെ വീട്ടിലോട്ട് കയറി വരുവാണ്. അയ്യോ ഇത് മാഷല്ലല്ലേ? പിന്നെ ഇത് മൊബൈൽ കംപ്ലൈന്റ്. സുമേഷ്, മൊബൈൽ നല്ലൊരു മൊബൈൽ മേടിക്കണ്ടേ? വേറെ മൊബൈലിലല്ലേ? അപ്പൊ ഇത് മതി, ഫോട്ടോ ഇത് മതി. പുറത്തെന്തോ ഒരു ബഹളം. അത് വേറൊന്നുമല്ല, പേടിക്കണം മാഷേ. ഞാൻ ഈ പാരച്ചൂട്ട് വഴി വരുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ റഡാറുണ്ട്. അപ്പൊ ഞാൻ എവിടെ വീണാലും എന്നെ രക്ഷിക്കാൻ ഫയർഫോഴ്സും ആൾക്കാരും എല്ലാം വരും. ചാനലുകാർ വരും, പത്രക്കാർ വരും, എല്ലാരും വരും. ഇപ്പൊ എന്റെ സന്തോഷം എന്തെന്ന് അറിയാം, എന്റെ മാഷിന്റെ അടുത്താണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും, എന്റെ മാഷാണ് എന്നെ കാത്തത്, എന്റെ ടീച്ചറും വേണം എന്നെ എല്ലാം നോക്കിയെന്ന് ഞാൻ പറയും. അപ്പൊ നമുക്ക് അവരോട് ചെന്ന് പത്രത്തിൽ ഫോട്ടോയും കാണിച്ച് ടിവിയിലും പടവും കൊടുത്തിട്ട് വരാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഒരു വെയിറ്റ് ആണ്. അല്ല വേണ്ട, ഇത് ഈ ഡ്രസ് എല്ലാം കൂടെ എനിക്കിതാ. ഞാനാണ് ഇവിടെ പൊട്ടി വീണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നോ. അതെന്തൊരു പരിപാടി മാഷേ? ഞാനല്ലേ എത്രയും കഷ്ടപ്പെട്ട് ടി വി കാണിക്കേണ്ട കാര്യം എന്തുവാ? ടി വി കാണിക്കേണ്ട കാര്യം ടി വി കാണിച്ചല്ലേ പറ്റുള്ളൂ. എത്രയും കഷ്ടപ്പെട്ട് പറന്നു വന്നതല്ലേ, അപ്പൊ അവർ ടി വിയിൽ എടുക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളെല്ലാം കൂടെ അവർക്ക് കൊടു, അവര് പൊട്ടി വീണേന്ന് പറയാം. അതെങ്ങനെ ചെയ്ത് സഹായിക്കും. അതങ്ങനെ സഹായിക്കുന്ന ടീച്ചറമ്മ അങ്ങനെ വിടാൻ പറ്റൂ? ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ, എടാ ഇത് ശാന്ത എന്ന് പറയുന്ന ഒരാളെ വീടാണ്. എനിക്ക് അറിഞ്ഞൂടെ, ഇത് എന്റെ ഭാര്യയല്ല. നീ എന്തിനാ എന്റെ ഭാര്യയാക്കേണ്ട കാര്യം തോന്നുന്നു? മാഷേ, മാഷ് ഇത്തരക്കാരനാണ് ഞാൻ അറിഞ്ഞില്ല. എന്തോ ഇത്തരക്കാരൻ? പല കള്ളത്തരം പലരും പറഞ്ഞു. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു റെഫറൻസ് ഉണ്ട്, ഒരു ബുക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മാഷ് നേരത്തെ എന്തോ പറഞ്ഞെടുത്ത് എന്റെ വിദ്യാർത്ഥികളെല്ലാം പട്ടം പോലെ പറക്കുന്നവരാണ്, അവരുടെ ചരട് എന്റെ കയ്യിലുണ്ടെന്ന്. ആ ചരടുണ്ടാ? ഉണ്ട്. എന്നാ ആ ചരടിൽ ഒരു താലി എടുത്തവരെ കഴുത്തി കെട്ട്. ഇല്ലെങ്കിലേ നാളത്തെ സെൻസേഷൻ ന്യൂസിലെ ഭരതം മിത്ത് ശാന്തമ്മേന്നായിരിക്കും. ഭരതം മാഷ്, ശാന്ത, കല്യാണം. സെൽവ, ശ്യാമേ, മനു, കൂമ്പാരേ, നമുക്ക് സ്കിറ്റ് എങ്ങനെയുണ്ടായിരുന്നു ആദ്യം നമുക്ക് നസീർക്കനോട് ചോദിക്കാം. നസീർക്ക, എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ ആ ഒരു റൂട്ടൊക്കെ കണ്ടപ്പം അങ്ങ് കയറി പോകുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ മുമ്പോട്ടുള്ള യാത്രയിൽ ഭയങ്കര ലാഗും അതിൻ്റെ അകത്ത് ചിരിക്കാനുള്ള ഏരിയകൾ തീരെ കുറവായിപ്പോയി. കാരണം ഫസ്റ്റ് ആ വരവൊക്കെ വന്ന് കണ്ടപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇരുന്നത്. ആ പ്രതീക്ഷ മുമ്പോട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. സത്യമല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അത് തമാശ തീരെ കുറവായിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. സെൽവൻ ടീം, ശ്യാമയൊക്കെ വരുമ്പോൾ, മനുവൊക്കെ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലെ പ്രതീക്ഷ ഭയങ്കരമാണ്. അത് കിട്ടിയില്ല. സ്ക്രിപ്റ്റിൻ്റെ ഒരു അപാകതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. സ്ക്രിപ്റ്റിൻ്റെ അല്ല, അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏരിയകളൊക്കെ ഒരു ചെറിയ എന്തോ വിലക്കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രസാദ് ഏട്ടാ, ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ കഥാപാത്രം ആരാണെന്ന് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഓൺമീഡിയയിലൂടെ തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരൊറ്റ സീൻ എന്ന് പറയുന്നത്, പേര് ചോദിക്കുമ്പോൾ കുന്നുമ്മേൽ ശാന്ത എന്ന് പറയുന്ന സീൻ ആണ് ഞങ്ങൾ ചിരിച്ചു പോയത്. അവിടെയാണ് ഈ കഥാപാത്രം ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. പിന്നീട് മാഷിനെ വീഴ്ത്താൻ നോക്കുന്നു, മാഷ് വീഴുന്നില്ല. ആ ഒരു സാധനമാണ് തുടക്കം മുതലുള്ളത്. ആ തുടക്കം തന്നെയാണ് അവസാനം ഉള്ളത്. അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് വരുന്നില്ല. പിന്നെ നസീർ പറഞ്ഞ പോലെ ഹ്യൂമർ ഇല്ലായിരുന്നു. നല്ല 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 കിട്ടുക്കൻ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഹ്യൂമർ ഇല്ലാതെ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമാണ്. എങ്കിലും അടുത്ത സ്കിറ്റ് ഗംഭീരമായിട്ട് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ബൈ.
അപ്പോൾ സെൽവ, ശ്യാമേ, കുമ്പാരി, മനു രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? എനിക്കും അതിനകത്ത് തന്നെ അവരെ അനുകൂലിക്കാനാണ് എനിക്കും താല്പര്യം. കാര്യം തമാശകളാണ് വേണ്ടത്. പിന്നെ നിങ്ങളോട് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തമാശകൾ നിങ്ങൾക്ക് ഒരേ ഇവിടെ വേണ്ടത് എന്താണെന്ന്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പറ്റിയത് നമ്മളെ മനഃപൂർവ്വം ഒരിക്കലും നിങ്ങൾ തമാശ കുറച്ച് ഒരിക്കലും ചെയ്യുമല്ലോ. ചിലപ്പോൾ സ്കിറ്റിൻ്റെ പ്രശ്നമാകാം, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. എനിക്ക് തോന്നുന്നത് സെൽവനെ അങ്ങോട്ട് പൂണ്ട് വിളയാടാനായിട്ട് നല്ലൊരു മാഷായിപ്പോയി. പുള്ളിക്ക് വേറെ ഒന്നും വിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ശ്യാമിനെ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാ. ശ്യാമിനെ കണ്ടപ്പോൾ ഈ വേഷവും കാര്യങ്ങളും പാരച്യൂട്ടിൽ നിന്നൊക്കെ പൊട്ടി വീഴുന്നതും നല്ല ഗെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ്, അതിനകത്ത് ഞാൻ കുറേ ഹ്യൂമർ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ ഒരു വലിച്ചു നീട്ടിയുള്ള കഥ പറയലല്ലാതെ തമാശകളുടെ എലിമെൻറ്റ് കുറവാണെന്നുള്ള കാര്യം ഇവരും പറഞ്ഞ് നിങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ ശാന്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മനോഹരമായിട്ട് മനു ചെയ്തിട്ടാ. അപ്പോൾ വേറെ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മാർക്കിലേക്ക് പോവാം അല്ലേ? മാർക്ക് പോവാം. അപ്പോൾ പ്രസാദ് ഏട്ടാ എത്ര മാർക്ക് കൊടുക്കണത്? ഞാൻ ഒരു 5000 തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കുറക്കുന്നില്ല, 5000 തന്നെ തരാം. ഓക്കെ, അപ്പോൾ 5 5 10 10. ബാക്കിയുള്ള ഞാൻ തരാം. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു തുകയേ അല്ല. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നന്നാക്കാന്നേ. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നസീർക്ക, പ്രസാദേട്ടാ, ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമുഖ പ്രതിഭയാണിത്. പാട്ട് പാടും, പാട്ട് എഴുതും, പാട്ട് സംഗീതം നൽകും. എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാം. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിക്കാം അല്ലേ? അപ്പൊ ആദ്യം വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വിളിക്കാം അല്ലേ? എന്താ പുള്ളിയുടെ പേര്? അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം സുനിൽ വിശ്വം. സുനിൽ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിനിമ ചെയ്തു, അതിന്റെ ഫൈനൽ വർക്കിലാണ്. അത് എഴുതി സംവിധാനം ചെയ്തു സിനിമ. സിനിമയുടെ പേരെന്താണ്? സിനിമയുടെ പേര് കുഴി എന്നാണ്. ശരി, റിലീസായോ? റിലീസ് ആവാൻ പോകുന്നോ? ഇന്ന് അതിന്റെ കളറിങ് സ്റ്റാർട്ട് ചെയ്യുക. ആരൊക്കെയാണ് അതിലെ താരങ്ങള്? നാട്ടിലുള്ള കുറെ താരങ്ങളാണ് അതിലെ താരങ്ങള്. നമുക്കിവിടെ ഉള്ളവരെ നമ്മുടെ ഫ്ലോറിലുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. കുറെ പേര് നമുക്ക് ഡബ് ചെയ്ത് തന്ന് സഹായിച്ചിട്ടുണ്ട്. അല്ല, ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഉഗ്രൻ ശബ്ദോട്ടാ, മനോഹരമായിട്ടുള്ള ശബ്ദം അല്ലേ? ബേസിക്കലി ഞാൻ ഡബിങ് ആണ് ഇപ്പം. ഡബിങ് ആണ്, പരസ്യങ്ങൾ ഡബ് ചെയ്യലാണ് പ്രധാനമായിട്ടുള്ള ഒരു. അപ്പൊ ഒരു ആദ്യം എന്താണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ? ഞാൻ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ തുല്യത ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തുല്യരായിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോഹം കൂടിയാണ്, നമ്മുടെ എല്ലാവരുടെ മോഹമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനം എല്ലാവർക്കും തുല്യമായി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ പാടശേഖരത്ത് നെല്ലിന് പകരം ഇപ്പോൾ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ എഴുതിയൊരു പാട്ട്, ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്തൊരു പാട്ടാണ്. അത് തന്നെ നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, നീ കണ്ടോ ഇന്നീ വയലേല. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, പണ്ടാണേലുണ്ടായിരുന്നന്നം ഇന്നുണ്ടാക്കുവാനാളില്ല ഈ പൊന്ന്. പണ്ടാണേലുണ്ടായിരുന്നന്നം ഇന്നുണ്ടാക്കുവാനാളില്ല ഈ പൊന്ന്, നീ കണ്ടോ ഇന്നീ വയലേല. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്. മണ്ണോടു ചേർന്നു മയങ്ങിയിട്ടുണ്ണാതെ കൊയ്തു മെതിച്ചത് വല്ലോരും തിന്ന് കൊഴുക്കുമ്പോൾ ഇവരലയുന്നു. മണ്ണോടു ചേർന്നു മയങ്ങിയിട്ടുണ്ണാതെ കൊയ്തു മെതിച്ചത് വല്ലോരും തിന്ന് കൊഴുക്കുമ്പോൾ ഇവരലയുന്നു. വല്ലായ്മകൾ വന്നു പെരുകിയ
പെരുകിയതൊന്നും ഏറ്റുതളർന്നിവരിന്നില്ലിനി പാടവരമ്പത്തേക്ക് വരകലുന്നു. വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നും ഏറ്റുതളർന്നിവരിന്നില്ലിനി പാടവരമ്പത്തേക്ക് വരകലുന്നു. നീ കണ്ടോ ഇന്നീ വയലേല അതിലുണ്ടേരനല്ലത് പുല്ല്. നീ കണ്ടോ ഇന്നീ വയലേല അതിലുണ്ടേരനല്ലത് പുല്ല്. നീ കണ്ടോ ഇന്നീ വയലേല അതിലുണ്ടേരനല്ലത് പുല്ല്. നല്ല സുഖമുള്ള ഒരു പാട്ട്. അതെ, നല്ല രസമായിരുന്നു. ആ മനസ്സിലുള്ള വിഷമം എല്ലാം സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് സംഗീതം ചെയ്തു സ്വന്തമായിട്ട് തന്നെ പാടിയത്. ഒരുപാട് കൂട്ടുകാരിപ്പോൾ നാടൻ പാട്ട് വേളയിൽ ഇത് പാടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫ്ലോറിലും ഒന്ന് പാടിയിട്ടുണ്ടോ കൂട്ടുകാര്? നല്ല പാട്ട്, നല്ല രസമുള്ള പാട്ട്, നല്ല വരികളാണ് അതിന്റെ. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ പാടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ എഴുതിയെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. നാടൻ പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പാട്ടുകളാണല്ലോ ഇപ്പം വന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു ധാരണ പലർക്കും ഉണ്ട്. നാടൻ പാട്ടുകൾ എങ്ങനെ ഡൈനാമിക് മാത്രമാണ്. അങ്ങനെ അല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും സങ്കടവും സങ്കോചവും ദേഷ്യവും എല്ലാം അതിനകത്ത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. ഒരു ഗ്രാമത്തിലൂടെയുള്ള ഒരു യാത്ര പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. നമുക്ക് ഇപ്പോഴത്തെ തലമുറനെയൊക്കെ അറിയിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, സുനിലിനെ മനസ്സിൽ ഫീൽ ചെയ്ത സംഭവം നമ്മളിലേക്ക് എത്തിച്ചിട്ട് നമുക്കും അത് ഫീൽ ചെയ്തിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. സുനിലിനെ പോലെ ഒരുപാട് പേരുടെ മനസ്സിൽ ഫീലുള്ള ഒരു കാര്യമാണത്. അത് സുനിലിലൂടെ അത് പുറത്തു വിട്ടു. നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മളെ പലതും പല എഴുതാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. അത് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സ്കൂളുകളിലൊക്കെ ട്രെയിനിന്റെ പടങ്ങളൊക്കെ വരയ്ക്കുന്നത്. എൻ്റെ വീട് പന്തളത്തും ചേരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ വരയ്ക്കുന്നത്. അത് 2013 ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലുണ്ടായിരുന്നു അത്. പക്ഷേ പിന്നീട് ഒരുപാട് സ്കൂളുകളിൽ വരച്ചിട്ടുണ്ട്. പിന്നീട് ഇലക്ഷന് ഞാനത് വരച്ചു. പക്ഷെ അത് അന്ന് വരച്ചത് ഒരു ജാപ്പനീസ് നോവലുണ്ട്, ടോട്ടോ ചാൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വരച്ചത്. പക്ഷെ അത് തുടക്കം കുറിച്ച സുനിലാണ്. അന്ന് 9 കുട്ടികളെ ഉള്ളായിരുന്നു. ഇപ്പോൾ ധാരാളം കുട്ടികളുണ്ട് സ്കൂളിൽ. ശരി ശരി, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത ഏത് പാട്ടാണ്? ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്. നമ്മുടെ ഹിസൈനസ് അബ്ദുള്ളയിലെ. അപ്പൊ അത് കേൾക്കാം. ഓക്കെ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർ കണമായ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർ കണമായ കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഗംഭീരം. തകർത്തു അത്. എത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഗാനം എത്ര കൂളായിട്ടാണ് നിങ്ങൾ നിന്ന് പാടുന്നത്. ഒരു ടെൻഷനും ഇല്ല, വളരെ സ്മൂത്തായിട്ട്. വോയിസ് ഇൻഫെക്ഷൻ അടിച്ചിരിക്കുക ഇപ്പോ. ആണോ? എന്ത് മനോഹരമായുള്ള ശബ്ദമാണ്. ഈ ശബ്ദത്തിലൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോ എന്താ പറയണല്ലേ, നല്ല സുഖമായിരുന്നു കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയായിരുന്നു. ഈ പാട്ട് വളരെ ഇഷ്ടമാണ്, രവീന്ദ്ര മാഷിനെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സുനിൽ ഒരു മുഴുവൻ കലാകാരനാണോ? ഏത് സമയം നമുക്ക് വേറെ ജോലിയുണ്ടോ അല്ലെങ്കിൽ കലാപരമായിട്ട് തന്നെയാണോ? കലാപരമായിട്ട് തന്നെ. അതെ അല്ലേ. അപ്പൊ ഇതുകൊണ്ട് ജീവിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലേ? അതല്ലേ. ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട് വീട്ടില്. ഓ, സ്റ്റുഡിയോ ഉണ്ട്. പ്രോഗ്രാമിന് പോകാറുണ്ടോ? ഉണ്ട്. ഗാനമേളക്ക് അല്ലേ? ഗാനമേളയ്ക്കും നാടൻപാട്ടിനും എല്ലാം പോകാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ആ സമിതി എന്ന് പറയുമ്പോ ഈ സുനിലിന്റെ പേരിലുള്ള സമിതിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമിതികളിലാണോ പോകുന്നത്? നേരത്തെ സ്വന്തം സമിതിയായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് പല പല ആൾക്കാരുടെ കൂടെയാണ് പോകുന്നത്. മിമിക്രി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാന് പണ്ട് കുറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറെ നാളായി മിമിക്രി ചെയ്തിട്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരാളിനെ ഇമിറ്റേറ്റ് ചെയ്യാം. ഒരാള്, അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ ജാസി ഗിഫ്റ്റ്. ബൈ ചാൻസ് അദ്ദേഹത്തിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അദ്ദേഹം സെലക്ട് ചെയ്തത് ഗംഗേ ഈ പാട്ടാണെങ്കിൽ എന്നൊരു നമ്മുടെ ഒരു ഗസ്സിങ്. ഗംഗ തുടിയിൽ ഉണരും ത്രിപുട കേട്ട് തുയിൽ ഉണർന്നു പാടി എന്റെ നടനമണ്ഡപം തുറന്നു താ സൂര്യനാളമൊരു ഹോ ഹോശ്വരമഴയുടെ ശ്രീ ഓ ഓ ഗംഗ. റാപ്പൊക്കെ മിക്സ് ചെയ്ത പാടുള്ളൂ അല്ലേ? ഐറ്റം വേറെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറെ ഒരു ഐറ്റം വേണമല്ലോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് അത് പറഞ്ഞത് വളരെ സന്തോഷം. അടുത്ത ഐറ്റം എന്താണ്? ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ലഹരിയെ ബന്ധപ്പെട്ടായിരുന്നു. ലഹരി എന്ന വാക്ക് തന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. ലഹരി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മദ്യം, മയക്കുമരുന്ന് അതിനെയൊക്കെയാണ് ലഹരിയായിട്ട് കണ്ടാക്കുന്നത്. അതിനെയൊക്കെ ലഹരിയാക്കുന്നതിന് എതിരെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ 1-2 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. അരുതരുത് അരുതരുത് മക്കളെ, നിങ്ങൾ മുകുളങ്ങളാണ്. വിടരാതെ കൊഴിയാതിരിക്കുവാൻ വിപരീത വഴികളിൽ പദമൂന്നിടല്ലേ. അരുതരുത് അരുതരുത് മക്കളെ, നിങ്ങൾ മുകുളങ്ങളാണ്. വിടരാതെ കൊഴിയാതിരിക്കുവാൻ വിപരീത വഴികളിൽ പദമൂന്നിടല്ലേ. ഒരു കപട സൗഹൃദം കൗശലം അറിവതാര്. മിഴിനീട്ടി ഇരതേടി
തേടിയൊരു കപട സൗഹൃദം കൗശലം അറിവതാര് തൊടിയിലും തെരുവിലും പടവുകൾ പലതിലും സിരകൾ തുളയ്ക്കുന്നതറിവതാര് തൊടിയിലും തെരുവിലും പടവുകൾ പലതിലും സിരകൾ തുളയ്ക്കുന്നതറിവതാര് അരുതരുത് അരുതരുത് മക്കളെ നിങ്ങൾ മുകുളങ്ങളാണ് വിടരാതെ കൊഴിയാതിരിക്കുവാൻ വിപരീത വഴികളിൽ പദമൂന്നിടല്ലേ. അടിപൊളി അടിപൊളി. ഗംഭീരമായിരുന്നു കേട്ടോ. മനസ്സിൽ Thanks, ഒരുപാട് ടെൻഷൻ പ്രയാസമുള്ള ആളാണ്. അതെല്ലാം എഴുതി സംഗീതം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പാട്ടുകൾ ഇവിടെ പാടിയ ഫ്ലവേഴ്സിന്റെ ലക്ഷക്കണക്കായ ആൾക്കാർ കേൾക്കും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും. അതൊരു വലിയ കാര്യം തന്നെയായിട്ട് കാണുന്നു. എന്തായാലും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തി. എനിക്ക് തോന്നുന്നു നല്ല രസിപ്പിക്കുന്നത് കൂടാതെ തന്നെ എന്തോ നല്ലൊരു മോട്ടിവേഷൻ അല്ലേ. പിന്നെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച്, ലഹരിനെ കുറിച്ച്, അതുപോലെ തന്നെ നിന്നുപോയ വയല്, അതുപോലെ തന്നെ പാടം, അതൊക്കെ നികത്തി ബിൽഡിങ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ പോലെ അറിയാത്ത കാര്യങ്ങൾ സുനിലിൻ്റെ ഭാഗത്തു നിന്നും അത് പാട്ടുകളായിട്ട് തന്ന് നമുക്ക് അതിനൊക്കെ വളരെയേറെ സന്തോഷം. പല വാക്കുകളും പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കൺമുന്നിൽ ഒരുപാട് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യവും. ആ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ സുനിലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നണം ഇനിയും ഒരുപാട് മോട്ടിവേഷനും സുനിലിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം സുനിൽ കലാകാരനാണല്ലോ. അതെ, സിനിമ അതുപോലെ തന്നെ എഴുത്ത് കാര്യങ്ങൾ സംഗീതമൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളത്? ഫ്ലവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു, താങ്ക് ഓക്കെ യു, ഓക്കെ ഓക്കെ കാണാം. താങ്ക് യു. നസീർക്ക, പ്രസാദേട്ടാ, അടുത്ത ടീമിനെ വിളിക്കട്ടെ. ടീം റെഡിയാണല്ലോ? റെഡിയാണ്. ഇവിടുത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് അവര് ഗംഭീരമായിരിക്കും. സൈന്ധവ്, ദേവി ആൻഡ് ആര്യദത്ത്. കുഞ്ഞുഞ്ഞേ വാ, ദേ ഇതും കൂടിയുള്ളൂ. ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരണോ അതോ ഇങ്ങോട്ട് വരുന്നോ? എനിക്ക് മതി. എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഇതും കൂടി കഴിക്കണം. ശക്തി വേണ്ടേ? എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും നേരം ഞാൻ മര്യാദക്ക് പറഞ്ഞു. പണ്ട് ചെറുപ്പത്തി എനിക്ക് ചോറ് വേണ്ടാന്ന് പറയുമ്പോ അപ്പം വടി എടുക്കുമായിരുന്നു. അത് സ്നേഹം കൊണ്ടല്ലേ മക്കളെ? അതേ സ്നേഹത്തോടെ ഞാൻ വടി എടുക്കണോ അതോ അപ്പം ചോറ് കഴിക്കുന്നോ? അങ്ങനെ നല്ല കുട്ടിയായിട്ട് പറയണം. ഇതങ്ങോട്ട് കഴിച്ചേ. അത്രേ ഉള്ളു കാര്യം. നീ എന്റെ അടുത്ത് പ്രതികാരം തീക്കാണല്ലോടാ പ്രതികാരദാഹി. അങ്ങനൊന്നും അല്ല. ചെറുപ്പത്തി അപ്പൻ എനിക്ക് ചെയ്തു തന്നതല്ല ഞാൻ അപ്പന് തിരിച്ചു ചെയ്തു തരുന്നു. അങ്ങനാണോ? ഞാൻ ചെറുപ്പത്തിൽ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയായിരുന്നു. നീ എങ്ങാനും എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുവാടാ? ഓ, അങ്ങനൊന്നും ഞാൻ ചെയ്യത്തില്ല. നല്ല മോൻ. അവളൊക്കെ ഭയങ്കര റേറ്റാ. ബുദ്ധിമുട്ടിയായാലും ഞാൻ എന്റെ അപ്പനെ നോക്കും. അപ്പൻ എന്റെ അപ്പനായിട്ട് ജനിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. അങ്ങനെ ഭാഗ്യമായിട്ടാണോടാ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഈ അപ്പനൊരു അപ്പനും കൂടുതൽ ചോദിച്ചാൽ നീ തരാത്ത? അപ്പാ, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വാശി പിടിക്കരുത്. വാ, ആനപ്പുറത്ത് കയറ്. ഇതെല്ലാം അപ്പന്റെ നല്ല പ്രായത്തിൽ എനിക്ക് ചെയ്തു തന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ അപ്പനെ ചെയ്തു തരുന്നത്. നീ എനിക്ക് ചെയ്തു തരുന്നത്. നിന്റെ നല്ല പ്രായത്തിൽ നിനക്ക് എന്തോരം പലഹാരങ്ങൾ ഞാൻ നിനക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടാണോടാ എനിക്ക് കട്ടൻ ചായ അല്പം മധുരം പോലുള്ള സമ്മതിക്കൂലെന്ന്? അതപ്പ ഇച്ചിരി കൂടെ കാലം ജീവിച്ചിരിക്കണോന്ന് കാണണോന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്റെ അപ്പ. ഞാൻ കൊണ്ട് അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെൻഷൻ കാശ് നീ എനിക്കൊന്ന് കടിയോണാനെങ്കിലും കൊണ്ടുവരത്തില്ലായിരുന്നു. അത് പിന്നെ അപ്പനെ നോക്കുമ്പോ ചെലവൊക്കെ ആവത്തില്ലേ? അപ്പന് കാര്യം പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് അപ്പൻ അറിയാലോ. നിനക്ക് പണിക്കോയി കൂടെ? അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞാൻ അപ്പനെ നോക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് അത് തല്ലി പൊളിച്ച് കളയരുത്. ഞാൻ ഇവിടെ നിന്ന് നിന്നോട്ടെ. നീ ഈ പോക്കാണെങ്കിൽ മിക്കവാറും നീ എന്നെ കുളിപ്പിച്ച് സ്കൂളിലും കൂടെ വിടും. ഇനി അതും കൂടെ ഉള്ളു ചെയ്യാൻ ബാക്കിയായിട്ട്. അപ്പം 10ാം ക്ലാസ് അല്ലേ? അപ്പനെ +2 ഈവനിങ് ക്ലാസ്സിൽ വിട്ടാലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു. പറയണ്ടായിരുന്നു.
ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചോട്ട്, നീയായിട്ട് എന്നെ കൊല്ലല്ലേ. എന്തിനാ അപ്പം മരിക്കുന്ന കാര്യം പറയുന്നേ? എന്തിനാ അപ്പ പറയുന്നേ? തള്ളിക്കൊല്ലോടാ നീട്ട്. അപ്പൻ ഇനി എന്നാ വേണം? ഇത്തിരി മനസ്സമാനം തന്നിരുന്നെങ്കിൽ ഞാൻ ആ മൂലക്കെങ്ങാനും പോയി ഒതുങ്ങിയിരുന്നേനെ. ഇത്തിരി അല്ലല്ലോ, ഇനി അങ്ങോട്ട് മൊത്തം സമാധാനമല്ലേ? അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ചെറുക്കന്മാര് സ്വന്തം അപ്പന് ടച്ച് ഫോൺ മേടിച്ചു കൊടുക്കുവോ? പക്ഷെ ഞാൻ മേടിച്ചു തന്നില്ലേ? തന്നു. ഇനിയുള്ള കാര്യം ഞാനും അപ്പനിവിടെ ആട്ടിച്ചു പൊളിച്ച് ജീവിക്കും. അപ്പൊ എന്റെ പെൻഷൻ കാര്യത്തിൽ ഒരു കാര്യമായി. അപ്പാ മണ്ടക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം ഒരു മുട്ടുണ്ടുടി വെട്ടിനൊരു തടയുണ്ടത് ചൊല്ലിപ്പടി തല്ലിപ്പടി പാടം തിത്തക്കിട 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 ഒരു കൊച്ച് കൊച്ചിനൊരു ചക്ക ചക്കേലിനി ചക്രം തിരി ചക്കപ്പടിയേ. നിങ്ങൾ മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ. നിങ്ങൾ അവിടെ എന്തോന്ന് എടുത്തോണ്ടിരിക്കണേ? ഹലോ, ഓ ഞാനെല്ലാം അറിഞ്ഞേ. ഇന്ന് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഈ മുറ്റത്തിന് ഞാൻ വരൂല. എന്റെ പൊന്നു ചേച്ചി, ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. നിങ്ങളൊന്ന് വയ്ക്കോ? ഒന്നാമത് എനിക്ക് തലവേദന, എന്റെ ഇടയിൽ കൂടെയാണ് ഓരോ വയ്യാവലി. ടോണിച്ച, നിങ്ങൾ മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ. നീ എന്താ ഇവിടെ കിടന്ന് കലി കൊള്ളുന്നത്? കലി വരുമ്പോ കലി തുള്ളാനല്ലാതെ ഓട്ടം തുള്ള എന്നെ കൊണ്ട് അറിഞ്ഞൂടാ. അത് പറ, ഞാൻ പഠിപ്പിച്ചു തരാം. ഓട്ടം തുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കേരിക്കരുതേ. എടി, ഓട്ടം തുള്ളലെന്ന് പറയുമ്പോ ആദ്യം ഇങ്ങോട്ട് പിടിക്കാം ഒരു കുലുക്കം, പിന്നെ ഇങ്ങോട്ട് പിടിക്കാം ഒരു കുലം, അത്രേ ഉള്ളൂ. മനുഷ്യ, ഞാനിവിടെ ശമര നെല്ലിപ്പല കണ്ടിട്ട് നിൽക്കുകയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു ആ നെല്ലിപ്പലക? ഒറ്റ കീറി ഞാൻ വെച്ച. എനിക്ക് ദേശം വന്ന ഭർത്താവൊന്നുമില്ല, ആരൊന്നുമില്ല. നിങ്ങൾക്ക് യവക്കടെ പേരറിയാവോ? യവക്കടെ പേര് ക്ഷമ. ഒരു ക്ഷമയില്ലാത്തവളാണ്. എടി ക്ഷമ, നീ കാര്യം എന്താണെന്ന് പറ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അത് ചൂട് കൂടിയത് കൊണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യ്, നീ പുറത്തിറങ്ങുമ്പോ സൺസ്ക്രീൻ മേടിച്ചിട്ടോണ്ടങ്ങ് പൊക്കോ. അതല്ലെന്ന് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കയറിയിരിക്കണ അപ്പനില്ലേ, അങ്ങേരെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നീ എന്തിനാ ഈ വീട്ടിൽ ഇരിക്കുന്ന അപ്പനെ കൊണ്ട് പുറത്തോട്ട് പോകുന്നത്? നിങ്ങളെ അപ്പനെ കൊണ്ട് പുറത്തോണ്ട കാര്യമാണോ മനുഷ്യൻ ഞാൻ പറഞ്ഞത്? നിങ്ങളെ അപ്പൻ എന്നെ നാണം കെടുത്തി. അപ്പൻ നിന്നെ നാണം കെടുത്തി? എത്ര കാലം കൊണ്ട് ഞാൻ ശ്രമിക്കുന്നേ ആ പരിപാടിയാണ് എന്റെ അപ്പം പുഷ്പം പറിച്ചു ചെയ്തത്. ഇന്ന് അപ്പൻ എന്തായാലും മേടിച്ചു കൊടുക്കണം. അയ്യോ, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് നാണക്കേട്. എന്നെ എന്ത് നാണക്കേട്? നാണക്കേട്. ഈ ഒട്ടും നാണമില്ലാത്ത ഇങ്ങേർക്ക് ഇത്രയും നാണക്കേട് തോന്നണം. അപ്പൊ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ സ്റ്റാറ്റസ്, എന്റെ കോണ്ടാക്ട്സ്, എന്റെ പ്രൈവസി. സ്റ്റാറ്റസും കോണ്ടാക്ട്സും പ്രൈവസിയും കൊണ്ടുപോകാൻ നീ എന്നെ വാട്സപ്പാണോ? എടി, ഞാൻ ഇനി എങ്ങനെ 10 പേരുടെ മുഖത്ത് നോക്കും? അതിനൊരു വഴിയുണ്ട്. 9 പേരുടെ മുഖത്ത് നോക്കിയിട്ട് 10ാമത്തെ ആളെ കാണുമ്പോ കണ്ണടിച്ചങ്ങ് പോയാ. ക്ഷമേ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അപ്പനെ വിളിക്കും മനുഷ്യ. അപ്പാ, അപ്പാ, അപ്പാ. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഉറങ്ങി വരെയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കിടന്നങ്ങ് വിളിച്ചിരിക്കണേ. എന്തൊരു പ്രശ്നം? എന്തിന് ബാക്കിയുള്ളവർ ഉറക്കം കളയട്ടാണോ അപ്പൊ നിങ്ങളുടെ ഈ ഉറക്കം? ഞാനിപ്പോ നിന്നെന്താ കിടത്തി ഉറക്കണോ? അപ്പൻ എന്തോ കാണിച്ചത്? ഞാൻ ഒന്നും കാണിച്ചില്ല. മര്യാദയ്ക്ക് ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കും മനുഷ്യ അങ്ങോട്ട്. അപ്പൊ എന്തിനാണ് ഇന്നലെ കുളിക്കാൻ പോയപ്പോ ബാത്റൂമിൽ ഫോണും കൊണ്ടുപോയത്? അത് ഞാൻ ഇന്നലെ പുലർച്ചയ്ക്ക് കുളിക്കാൻ പോയപ്പോ ഈ കറണ്ട് അങ്ങ് പോയി. അപ്പൊ എവൻ മേടിച്ചെന്ന് ആ ഫോണിൽ ടോർച്ച് ഉണ്ടായിരുന്നു. ആ ടോർച്ച് പിടിച്ച് ഞെക്കിയിട്ട് ഞാൻ അങ്ങ് കുളിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ടോർച്ച് ആണക്കി കുളിച്ചില്ലേ? അതിന്റെ കൂട്ടത്തിൽ വാട്സപ്പിലെ ക്യാമറ ഓണായി. അപ്പന്റെ കുളി നമ്മളെ വാട്സപ്പിലെ ഫാമിലി ഗ്രൂപ്പിൽ ചെന്നു. എല്ലാരും കുളി കണ്ടോ? വളരെ മോശമായി. അയ്യോ, ഞാനിന്ന് എങ്ങനെ നാട്ടുകാരുടെ മുഖത്തൊക്കെ നോക്കും? കണ്ടോടി, എന്റെ അപ്പന് കുറ്റബോധം തോന്നുന്ന കണ്ടോടി. മോന്, ഞാൻ കുളിക്കുമ്പോ പാട്ട് പാടിക്കൊണ്ടാണ് കുളിക്കുന്നത്. എന്റെ പാട്ട് എല്ലാരും കേട്ട് കാണും. ശ്രുതിയും പിച്ചും ഒന്നും ശരിയല്ലായിരുന്നു. ഇനി എല്ലാരും പറയും എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല. ശ്രുതിയും പിച്ചും ശരിയാക്കിയില്ലെങ്കിലും സംഗതി ഒത്തില്ലേ അപ്പ? അതൊത്തിട്ടുണ്ട്. അതൊത്ത്. എന്റെ പൊന്നപ്പ, അപ്പന്റെ പാട്ട് നാട്ടുകാർ കേട്ടതാണോ ഇവിടെ ഇത്ര വലിയ കുഴപ്പം? അപ്പക്കടുത്ത് നീരാടിയത് എല്ലാരും കണ്ടില്ലേ? കണ്ടോ? കണ്ട് ഭാഗ്യം. എടി, ആ കട്ടപ്പനല്ലേ കുട്ടിച്ചും കണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ടിട്ട് ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞേ. മഹാഭാഗ്യം. ഞാൻ കുളിക്കൂല കുളിക്കൂല നീ നാട് മൊത്തം വരുത്തിയ ആളാണ്. ഇപ്പൊ എന്റെ ആ ചീത്ത പേര് മാറി കിട്ടിയേ. സന്തോഷം. അപ്പ, എന്റെ നിലവിലെ അപ്പനറിയാമോ?
അറിയാമോ? അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇയാളെ പറഞ്ഞാ മതി. എടോ, ഈ വയസ്സാം കാലത്ത് ചങ്കും മത്തങ്ങ അറിയാത്ത ഇങ്ങർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞെക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തൂടെ? ഞെക്ക് ഫോണോ? ഞെക്കണ ഫോൺ ഞെക്ക് ഫോൺ, ടച്ചണ ഫോൺ ടച്ച് ഫോൺ. അതാണ് യവക്കട നിലയും വിലയും. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് എന്റെ അപ്പനെ കാണാനാണ് ഞാൻ ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോ അപ്പനെ കണ്ടത് നാട്ടുകാർ. മക്കള് അപ്പൊ ഈ ഫോൺ അത്ര പരിചയമൊന്നും ഇല്ല മക്കള്. പരിചയപ്പെടാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്നേക്കല്ല കൊണ്ട് കളഞ്ഞു. അത് നമ്മള് സൂക്ഷിച്ച് കണ്ടുപയോഗിക്കണം. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. എന്തോന്നു? നിന്റെ നാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. മക്കളെ, എനിക്ക് ഈ ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ കൂടെ ഉള്ളവർക്ക് പോലും ഇതിനെ പറ്റി ഒരു ധാരണയും ഇല്ല. അറിയാൻ പാടില്ലെങ്കിൽ അത് തന്ന ആളെ തന്നെ തിരിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ ഈ സൊസൈറ്റിയിൽ എന്റെ സ്റ്റാറ്റസ് അപ്പൻ അറിയാമോ? നിന്റെ സ്റ്റാറ്റസ് എങ്ങനെ അപ്പം കാണും? അത് നീ ആദ്യം അപ്പന്റെ നമ്പർ സേവ് ചെയ്യണം. ഞാൻ പോലും യവക്കട സ്റ്റാറ്റസ് കണ്ടിട്ടില്ല. നീ എന്റെ നമ്പറിലൂടെ ഒന്ന് സേവ് ചെയ്യും. വയ്യ, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും. ഇങ്ങനെയുണ്ട്. ദശമേ, ആ പോന്നത് എന്റെ അപ്പനാണ്. എന്റെ അപ്പൻ എങ്ങനെ ജീവിക്കുന്നു ഞാൻ തീരുമാനിച്ചോളാം. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്പനും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ചിരി. ഞാൻ എന്റെ വീട്ടിൽ പോണു. എനിക്ക് ആദ്യം കിട്ടിയത് എന്റെ അപ്പനെയാണ്. അത് കഴിഞ്ഞിട്ടാ നിന്നെ കിട്ടിയത്. നീ പോകണ്ടേ പോടി. വലിയ കാര്യമായി ആദ്യം കിട്ടി. മക്കളെ, ഈ സാധനം എല്ലാത്തിനും കാരണം. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഇന്നാ നീ തന്നെ വെച്ച ഈ കുന്ത്രാണ്ടം എനിക്കിതൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. സമാധാനമായില്ലോടി നിനക്ക്? സമാധാനമായി. അപ്പ ഇതൊക്കെ പഠിച്ചെടുക്കാന്നേ ഉള്ളൂ. ഇത് അപ്പന്റെ കൈ തന്നെ ഇരിക്കട്ടെ. കൈ നീട്ടി പറഞ്ഞ എന്റെ കൈ വച്ച് തരാനൊന്നും വേണ്ട. നീ എനിക്കിതൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. മക്കൾ തന്നെ ഇതൊക്കെ വെച്ചോ. മക്കൾക്കുള്ളതല്ല, എനിക്കും കൂടെ ഉള്ളതല്ലേ. പിന്നെ നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും അല്ല. ഞാൻ കുളിച്ചപ്പോഴേ തോർത്തെടുത്തോണ്ടാണ് കുളിച്ചത്. ആ ഉടുത്തു കുളിച്ച തോർത്തൊന്ന് കാണിക്കാൻ പറ. എനിക്കറിയാവല്ലോ നീ ഇത് ചോദിക്കുമെന്ന്. അതുകൊണ്ട് ആ തോർത്തെടുത്തോണ്ടാണ് ഞാൻ വന്നത്. ഈ തോർത്തിന് എന്താണ് ഒരു കുഴപ്പമെന്ന് നിങ്ങൾ നോക്കി തന്നെ പറയണം. എങ്ങനെ ഇരിക്കണം? ദേവി, ആരിതത്ത് നല്ലായിരുന്നു കേട്ടാ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തമാശയുടെ കുറവുണ്ട് എനിക്ക് തോന്നണ. ഇവര് പറയത് കേട്ടാ. പ്രസാദേട്ടാ, അങ്ങനെ ഉണ്ടായിരുന്നു? മക്കളെ കൊള്ളാം കേട്ടോ. നിങ്ങൾ കളിക്കുമ്പോൾ അതിനൊരു കൗതുകമുണ്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അറിയാമല്ലോ, അപ്പനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു അമ്മായിയമ്മ പോരുണ്ടാവും, അതുപോലെ അമ്മായിയപ്പം പോരുണ്ടാവും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പലപ്പോഴും പല ഭാര്യമാർക്കും പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു സന്ദേശം കൂടെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതിനൊക്കെ പുറമെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബാത്റൂമിലുള്ള കുളിയാണ്. ഈ കുളിച്ചു എന്ന് പറയുന്ന സമയത്തും അപ്പം പറയണത് ഞാൻ കുളിച്ചപ്പോൾ എൻ്റെ പാട്ട് പാടിക്കൊണ്ട് ആ പാട്ടിൻ്റെ ശ്രുതി തെറ്റി, പിച്ച് തെറ്റിയെന്നാണ്. അപ്പോഴും മനസ്സിലാവണല്ലോ അപ്പന്. അതിൻ്റെ ക്ലൈമാക്സാണ് അതിൽ നന്നായത്. കുളിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ആ തോർത്ത് ഇത്രയും വലിയ പ്രശ്നമൊന്നും നമ്മൾ വിചാരിച്ചില്ല. ചെറിയ ദ്വാരമൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചത്. അത് ഗംഭീരമായിരുന്നു, ഭയങ്കര രസമായിരുന്നു ആ തോർത്ത് കാണിച്ചു കഴിഞ്ഞപ്പോൾ. ബാക്കിയുള്ള നിങ്ങളുടെ പെർഫോമൻസ് എനിക്കറിയാവുന്നതാണല്ലോ. നല്ലതായിട്ട് ദേവിയും ബാക്കി എല്ലാവരും അത് നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ചെയ്തത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവർ പറയും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നസീർക്കാ പറയൂ. കുഴപ്പമില്ലായിരുന്നേ പറയുള്ളൂ. പക്ഷെ നിങ്ങളുടെ ആ പഴയ ഒരു പ്രൗഢിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം കേട്ടോ. നിങ്ങൾക്കൊരു മാർക്കറ്റ് നമ്മുടെ വേദിയിലുണ്ട്, നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ട്. അത് വിട്ട് കളയരുത്. നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളെടുത്ത് നമ്മൾ അങ്ങോട്ട് നമ്മൾ ഒരു രസമില്ലാത്ത രീതിയിലേക്ക് വരരുത്. നല്ല നല്ല കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കണം. തമാശ ഒട്ടും ഇല്ലാതായിപ്പോയി. ഇത് നമ്മൾ ചെറിയൊരു വീട്ടിലെ ഒരു ചെറിയ കുഞ്ഞ് സംഭവമായിട്ടേ ഉള്ളൂ നമ്മൾ ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ, സബ്ജക്റ്റിനെ. അതൊക്കെ മാറ്റി നല്ല സ്ക്രിപ്റ്റുമായിട്ട് ഗംഭീരമായിട്ട് നിങ്ങളുടെ പഴയ എനർജിയിൽ നമ്മൾ വീണ്ടും കാണണം. ഓൾ ദ ബെസ്റ്റ്. മക്കളെ, എനിക്ക് തോന്നണ ആദ്യം തന്നെ വന്ന ഈ സൈന്ധവും ആരിദത്തും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കിഡിലനായിരുന്നു കേട്ടോ. അത് ഒരു അച്ഛനും മകൻ്റെ ഒരു വ്യത്യാസം, ഒരു വേരിയേഷൻ നിങ്ങളുടെ ആ പ്രകടനത്തിൽ ഉണ്ടായിരുന്നിട്ടാ. അത് വലിയൊരു സംഭവമാണ്. അത് എനിക്ക് തോന്നണം നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങളുടെ കാര്യം കറക്റ്റാണ്. നിങ്ങളൊരു ഇഞ്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനോ നിങ്ങൾ പഠിച്ചു വെച്ച സാധനങ്ങൾ നശിപ്പിക്കാനോ നിങ്ങൾ തയ്യാറല്ല. പക്ഷെ നമ്മൾ പറയണത് കുറച്ച് നാളായിട്ട് തമാശയുടെ കുറവുണ്ട് നിങ്ങൾക്ക്, അല്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നല്ലേ? അപ്പം നിങ്ങളുടെ കുഴപ്പമല്ല ഒരിക്കലും. അപ്പോൾ അവരോടും കൂടി പറയണം, ഞങ്ങൾക്ക് തമാശയൊക്കെ കൂടുതൽ എഴുതി തന്നെ അതൊക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞെന്ന് പറയണം കേട്ടോ. കാരണം ആ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ അടുത്ത പ്രാവശ്യമൊക്കെ വന്ന് നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്യണമെന്നല്ല, നല്ല തമാശ ഉള്ളത് ചെയ്യണം കേട്ടോ. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം മാർക്കിലേക്ക് പോകാം അല്ലേ? ഞാനൊരു 4000 രൂപ തരിക. പ്രസാദ് ഏട്ടൻ? ഞാനൊരു 4000 രൂപ തന്നെ തരുന്നു. അപ്പോൾ 8000 രൂപയായി. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ തരാം. ബാക്കിലേക്ക് നോക്കിയോ, അയച്ചു കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഗംഭീരമായിരുന്നു. ലിക്ക അടിപൊളിയാലും അടിപൊളിയാണ്. ഒരു ദിവസം അതായത് ഇത്രയും സമയം മാറി കിട്ടിയത് അറിഞ്ഞില്ല, അതാണ് സത്യം. അതെ അതെ. അപ്പൊ എന്തായാലും നല്ല നല്ല സ്കിറ്റുകളും നല്ല നല്ല ഐറ്റങ്ങളായിട്ട് നാളെ കാണാം. നമുക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.